ഹലോ ഫ്രണ്ട്സ്, പാറുവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാറുവിനെ യാത്രയാക്കാനായിട്ട് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ. പാറുവും അച്ഛനും അമ്മയും ലക്ഷ്മിയും കൂടി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ദേവകി സങ്കടത്തോടെ പറയണേ, എന്നാലും എൻ്റെ മോളെ ഈ നാട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പറഞ്ഞു വിടണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ ഒരു ഗതികേട് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കിയല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുവാണ് ദേവകി. എന്നിട്ട് ദേവകി പറയുക, മോളെ, നിന്നെ ഞാൻ കുറേ തവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അതൊന്നും അമ്മക്ക് എൻ്റെ മോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. നീ ഈ അമ്മയുടെ ജീവനാണ്. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അത്രയ്ക്കിഷ്ടമാണ് എൻ്റെ മോൾ അമ്മയ്ക്കും. എന്നിട്ട് ദേവകി തൻ്റെ സാരിയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു പുതിയ പാദസരം എടുത്ത് പാറുവിന് നേരെ നീട്ടുക. ദേ, ഈ പാദസരം മോൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പാദസരം? ഇത് ലക്ഷ്മിയുടെ വിവാഹത്തിൻ്റെ മോൾക്ക് സമ്മാനമായിട്ട് തരാൻ വേണ്ടി അമ്മ വാങ്ങി വെച്ചതാ. കൈ കിട്ടുന്ന കുറച്ച് കാശ് മിച്ചം പിടിച്ച് മോൾക്കായിട്ട് വാങ്ങിയതായത്. എന്തോ ചില കാരണങ്ങളാൽ ലക്ഷ്മിയുടെ വിവാഹം നടന്നില്ല. സാഹചര്യങ്ങൾ എന്താണെന്ന് മോൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴായത് മോളുടെ കൈ തരാൻ പറ്റിയ സന്ദർഭമെന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ പാദസരം ഇപ്പം തന്നെ മോളെ അണിയിക്കാമെന്ന് വിചാരിച്ചു. അമ്മ തന്നെ ഇത് മോളുടെ കാലിൽ അണിയിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേവകി ആ പാദസരം പാറുവിൻ്റെ കാലിൽ അണിയിക്കുവാണ്. അതെല്ലാം കണ്ട് ഒത്തിരി സങ്കടത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ ജനകനും ലക്ഷ്മിയുമൊക്കെ. മോള്, നീ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അവിടെ ചെന്ന് മാസത്തിലൊരിക്കലെങ്കിലും നീ ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണം. ഞങ്ങൾക്ക് നിന്നെ കാണാതെ ജീവിക്കാൻ പറ്റില്ല മോളെ. അവിടെ എത്തുമ്പോൾ തന്നെ നീ അമ്മയെ ഫോൺ വിളിക്കണം കേട്ടോ. ഈ സമയം ജനകം പറയുന്നുണ്ട്, ദേവകി, നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് മോളെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ. അവൾ ജോലിക്ക് പോകുമല്ലേ, സന്തോഷത്തോടെ പറഞ്ഞയക്കുകയല്ലേ വേണ്ടത്. അതിനുശേഷം പാറു രണ്ടാളുടെയും കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ്. എന്നിട്ട് അച്ഛൻ്റെ മടിയിൽ കുറച്ച് നേരം കിടക്കുവാണ്ടോ. പിന്നീട് അച്ഛനോടും അമ്മയോടും ലക്ഷ്മിയോടും ഒക്കെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അവിടെ പാറുവിൻ്റെ കൂട്ടുകാരായിട്ടുള്ള അപ്പുവും നീതുവും അമ്പാടിക്കുട്ടനും ഒക്കെ അവിടെ കാത്തു നിൽക്കുന്നത്. അവരെല്ലാവരും ആകെ സങ്കടത്തിലാണ് കേട്ടോ പാറു പോകുന്നത് കാരണം. അങ്ങനെ അമ്പാടി കരഞ്ഞോണ്ട് സങ്കടത്തോടെ പാറുവിനോട് ചോദിക്കണേ, എന്തിനാ പാറു നീ ഞങ്ങളെ വിട്ടു പോകുന്നത്? ഞങ്ങൾക്കറിയാം ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം നടത്താനല്ലേ നീ പട്ടണത്തിലേക്ക് പോകുന്നത്. പാറു, അതിന് നീ ജോലിക്ക് പോകണ്ട, നിനക്ക് പകരം ഞങ്ങൾ ജോലിക്ക് പൊക്കോളാം. എന്നിട്ട് നീതു പറയണേ, ദേ, അമ്പാടി ഒരു കടയിൽ ജോലിക്ക് പോകും, ഇവനാണെങ്കിൽ ഹോട്ടലിൽ ക്ലീനിങ്ങിനും മറ്റുമായിട്ടുള്ളൊരു ജോലിക്ക് കയറും. ഞാനവിടെ അമ്പലത്തിലെ പൂക്കടയിലും ജോലിക്ക് കയറാം. ഞങ്ങൾ മൂന്നാളും കൂടി ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പണം മുഴുവനും നിനക്ക് തരാം. അത് വെച്ച് നമുക്ക് ലക്ഷ്മിയെ കല്യാണം നടത്താൻ. പാറു, നീ നാട് വിട്ട് പോകണ്ട. നീ എന്നും ഞങ്ങളോടത്ത് ഇവിടെ തന്നെ ഉണ്ടാകണം. നീ ഞങ്ങളെ വിട്ട് ഒരിടത്തും പോകണ്ട പാറു എന്ന് പറഞ്ഞ് കുട്ടികളെ കരഞ്ഞു പറയുവാണ് കേട്ടോ. അന്നേരം പാറു അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് അവരുടെ മൂന്നാളുടെയും കൈ പിടിച്ച് പറയണേ, അപ്പു, നീതു, അമ്പാടി, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ കുട്ടികളാ, കളിച്ച് നടക്കേണ്ട പ്രായം. ഈ ഒരു സമയത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പഠിത്തത്തിൽ മാത്രമായിരിക്കണം. എന്നെപ്പോലെ പഠിത്തത്തിൽ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല. ഈ നാട്ടിലുള്ള എല്ലാവരും അസൂയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ നല്ലപോലെ പഠിക്കണം. പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. ഞാനിപ്പോൾ ഈ നാട് വിട്ടു പോകുന്നുണ്ടെങ്കിലും അത് കുറച്ച് നാളത്തേക്ക് മാത്രമോ. കുറച്ച് കാലത്തിന് ശേഷം ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഞാൻ കാണേണ്ടത് പുതിയൊരു അമ്പാടീനെയും അപ്പൂനെയും നീതുവിനെയും ആയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യവും കൂടി, ഞാനിവിടുന്ന് പോകുവാണ്. അച്ഛനും അമ്മക്കും ചേച്ചിക്കും എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങൾ വിശ്വസിച്ചാൽ ഞാൻ ഇവിടുന്ന് പോകുന്നത്. അന്നേരം കുട്ടികൾ പറയുക, ശരി പാറു, നീ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ പാറുവിൻ്റെ ആഗ്രഹം പോലെ നല്ല കുട്ടികളായിട്ട് നല്ലപോലെ പഠിച്ചോളാം. പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് മേടിച്ചോളാം. പാറുവിനെ ഞങ്ങളെ വിട്ട് പോകാതിരുന്നൂടെ? പാറു പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ വിട്ട് ഒരിടത്തേക്കും പോയില്ലെന്ന്. പിന്നെ എന്തിനാ പാറു ഇപ്പം ഞങ്ങളെ വിട്ട് പോകുന്നത്? അന്നേരം പാറു സങ്കടത്തോടെ പറയണേ, മുമ്പ് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അതൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ശരി, സമയം വൈകും. അങ്ങനെ പറഞ്ഞ് പാറു അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുക. അന്നേരം പോകാൻ നേരത്തായിരിക്കും പാറുവിൻ്റെ സൈക്കിളോട് ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ സൈക്കിൾ കാണുന്നതും അതിൻ്റെ അരികിലേക്ക് ചെന്ന് സൈക്കിളിൽ പാറു ചുറ്റി നടന്നതും സൈക്കിൾ റേസിൽ പങ്കെടുത്ത് വിജയിച്ചതും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് കണ്ണ് നിറയുവാണ് കേട്ടോ പാറുവിൻ്റെ. അതിനുശേഷം പാറു അച്ഛൻ്റെ കൂടെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സങ്കടത്തോടെ പാറു പോയത് കാരണം ദേവകിയമ്മ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുവാണ് കേട്ടോ. പിന്നീട് പാറു അച്ഛനും കൂടി നേരെ ചെല്ലുന്നത് ഒരമ്പലത്തിലേക്കായിരിക്കും. അങ്ങനെ അവിടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അമ്പലത്തിൽ നിന്ന് തിരികെ ഇറങ്ങുമായിരിക്കും കേട്ടോ പാറു. ഈ സമയം പാറു വീണ്ടും അവസാനമായിട്ട് അമ്പലം ഒന്നും കൂടി തിരിഞ്ഞു നോക്കുവാണ്. എന്നിട്ട് സങ്കടത്തോടെ കണ്ണുകൾ തുടച്ച് അച്ഛൻ്റെ ഒപ്പം അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ അവിടെ നേരെ ബസ് സ്റ്റോപ്പിലെത്തി പാറുവിനെ ബസ്സിലേക്ക് കയറ്റി വിടുവാണ് ജനകൻ. അന്ന് പോകുന്നതിന് മുമ്പായിട്ട് ജനകൻ പറയുന്നുണ്ട്, മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ
മോളത് അച്ഛനോടും അമ്മയോടും പറയണം. അവിടെ ജോലിസ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് മോൾക്ക് നേരിടുവാണെങ്കിൽ അതൊന്ന് സഹിച്ച് മോളവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോന്നേക്ക്. ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് മോൾക്ക് വേണ്ടിയിട്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായച്ചാ. അങ്ങനെ പറഞ്ഞ് പാറുവിൻ്റെ നെറ്റിലൊരു ഉമ്മ കൊടുക്കുവാണ്ടോ ജനകൻ. അങ്ങനെ പാറു ബസ്സിൻ്റെ അകത്തേക്ക് കയറി സീറ്റിലിരിക്കുവാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് വിൻഡോയിലൂടെ അച്ഛനെ തന്നെ നോക്കുവാണ്ടോ. ഈ സമയം ജനകനും സങ്കടത്തോടെ പാറുവിനെ യാത്രയാക്കിക്കൊണ്ട് ടാറ്റ കാണിക്കുവാണ്. അങ്ങനെ ബസ് അവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ പൊട്ടിക്കരയുവാണ്ടോ ജനകൻ. പാറുവും ബസ്സിലിരുന്ന് ഒത്തിരി സങ്കടപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് സിറ്റിയിൽ ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടിപ്പോകുമായിരിക്കും. ആ പെൺകുട്ടിയെ പിടിക്കാനായിട്ട് പിന്നാലെ 3 ഗുണ്ടകളും കൂടി പോകുന്നുണ്ട്. ഈ സമയം ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവനും കയ്യിൽ പിടിച്ച് ഓടുവാണ് ആ കുട്ടി. അങ്ങനെ ഓടി അവൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തുവാണ് കേട്ടോ. അതൊരു ബസ് സ്റ്റാൻഡായിരിക്കും. അവിടെ കുറേ ബസ്സൊക്കെ കിടപ്പുണ്ടാവും. അങ്ങനെ ഒരു ബസ്സിൻ്റെ പിന്നിൽ ഒളിച്ചു പോയി നിൽക്കുവാണ് ആ പെൺകുട്ടി. ഇതേ സമയം ആ ഗുണ്ടകളാണെങ്കിൽ അവിടെ ചുറ്റുപാടും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ സമയത്ത് കാറിലൊരാൾ വരുവാണ് കേട്ടോ. ശിവൻ എന്നാണ് അയാളുടെ പേര്. അയാൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം ആ ഗുണ്ടകൾ ശിവൻ്റെ അടിയിലേക്ക് ഓടി വരുക. ശിവേട്ട, അവളെ ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ശിവൻ പറയണേ, ഒരു കാരണവശാലും അവളെ മിസ്സാക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവളെ നിങ്ങളെൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. അവളെന്താണെങ്കിലും ഈ പരിസരം വിട്ടു പോകാൻ ഒരു സാധ്യതയില്ല. ഇവിടുത്തെ ഓരോ മുക്കും മൂലം അടിച്ചു പെറുക്കണം. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെ ഡെയിലി എപ്പിസോഡ് റിവ്യൂക്കും പ്രമോ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.